അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 25 ദിവസത്തെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ദുൽഹിജ്ജയിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തെ മജ്ലിസാണ്. ഇനി ഈ വർഷത്തിൽ ഒരു വെള്ളിയാഴ്ച നമുക്ക് വരാനില്ല. ഇനി അടുത്ത 4-5 ദിവസം കഴിഞ്ഞാൽ പുതിയൊരു ഹിജ്റ വർഷത്തിലേക്കാണ് നമുക്ക് കാലെടുത്ത് വെക്കുന്നത്. അള്ളാഹുവിനോട് അവസരത്തിൽ നമുക്ക് പറയാം, പടച്ചോനെ, ഈ വർഷത്തിൽ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, നീ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഞങ്ങൾ ചേർക്കണേ റബ്ബേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇനി എല്ലാ ദിവസവും നമ്മളെ മജ്ലിസ് ഉണ്ടായിരിക്കും. എല്ലാവരും സജീവമായിട്ട് തന്നെ മജ്ലിസിൽ പങ്കെടുക്കണം. അല്ലാഹു തആല അവനെ ധാരാളം ദിക്ർ ചൊല്ലുന്ന, അവന് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന, റബ്ബിനെ സ്മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നാഥ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ ഖൈർ നൽകണേ റബ്ബേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നിങ്ങൾ അറിയുന്നവരിലേക്കൊക്കെ ഈ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ധാരാളം ആളുകളിലേക്ക് നമ്മുടെ ഈ സദസ്സ് എത്താൻ അത് കാരണമാണ്. അള്ളാഹു നമുക്കൊക്കെ വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 25 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ല് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 25 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറിഞ്ഞിട്ടുണ്ടോ അവരുടെ കർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗ്ഗം നൽകണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഈ ബറക്കത്ത് ഖൈറും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള ഹിഫ്ദ് ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹുവേ, സ്വീകരിക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറായ ഖളാഇനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. എല്ലാ അപകട മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് 9 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. 3 ഖത്മോദിയ കൂലി അല്ലാഹു 9 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യന് നൽകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണേ റബ്ബേ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് കറകളഞ്ഞ ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളും വിഷമങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണെന്ന്. വെള്ളിയാഴ്ച ദിവസം 5 തവണ ചൊല്ലേണ്ട ഒരു ബൈത്തുണ്ട്. ആ ബൈത്ത് പതിവായി എല്ലാ വെള്ളിയാഴ്ചയും ഒരാൾ ചൊല്ലുകയാണെങ്കിൽ മുസ്ലിമായിട്ടല്ലാതെ ഒരാൾ മരിക്കൂല എന്ന് മഹത്തുക്കള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശ്രേഷ്ഠമായ ബൈത്ത് 5 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസം തൗഹീദിന്റെ കലിമത്ത് പറഞ്ഞ് നല്ല മനുഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ നല്ല ദിവസം നിന്റെ പൊരുത്തം ലഭിച്ചവരായിട്ടല്ലാതെ മടങ്ങുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മരണം നീ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരണേ റഹ്മാനേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് 100 തവണ അഫ്ളലു ദിക്ർ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മുഅ്മിനായ മനുഷ്യൻ സ്നേഹിച്ചാൽ അവൻ അറിയാത്ത രൂപത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു നൽകും. ആ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹബ്ബത്ത് വെക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഈ അഫ്ളൽ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്ത് തരണേ, രോഗങ്ങൾ ശിഫയാക്കി തരണേ, മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇസ്തിഗ്ഫാർ 70 തവണ ചൊല്ലുക എന്ന് പറഞ്ഞൊരു തൗബയാണ്. റബ്ബേ എനിക്ക് മാപ്പ് നൽകണ എന്ന നിയ്യത്തോടെ ചൊല്ലിക്കോളൂ. ദുൽഹിജ്ജ മാസം അവസാനിക്കാണല്ലോ. റബ്ബ് നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളൊക്കെ മാപ്പ് നൽകട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളൂ, അക്ഷരങ്ങൾ തെറ്റാതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം. നാഥാ സ്വീകരിക്കണേ, ഞങ്ങൾക്കൊക്കെ മാപ്പ് നൽകണേ,
ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. ഞങ്ങളെ മക്കളെ നീ നല്ലവരിൽ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 33 തവണ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമായ ഖുർആൻ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് വിശേഷിപ്പിച്ച ദിക്ർ ചൊല്ലാം. റബ്ബ് നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഇത് കാരണം അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 റബ്ബേ, സ്വീകരിക്കണേ. ഈ ശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലിയ മുഅ്മിനീങ്ങൾക്ക് നീ നൽകുന്ന എല്ലാ പ്രതിഫലങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, ഞങ്ങളുടെ മക്കളിലും ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കി ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഒരുപാട് 1000 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതായ ശ്രേഷ്ഠമായ ദിക്റുണ്ട്. ഈ മാസത്തിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ്. 21 തവണ ആ ദിക്ർ നമുക്ക് ചെല്ലാം. അല്ലാഹു ഇത് കാരണം നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين.
لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين സ്വീകരിക്കണേ റബ്ബേ, എല്ലാവിധ ഖൈറും ഞങ്ങൾക്ക് നൽകണേ, എല്ലാ ശർറിനെ തൊട്ടും ഞങ്ങളെ ഏവരെയും കാക്കണേ അല്ലാ, ഇരുലോക വിജയികളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും ഞങ്ങൾക്കിനി സലാമത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി, നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ഹബീബായ തങ്ങളെ മേൽ 50 തവണ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് ഈ സദസ്സിന് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വീകാര്യത നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. ശ്രേഷ്ഠമായൊരു മാസത്തിലെ ശ്രേഷ്ഠമായ ദിവസത്തിലെ ശ്രേഷ്ഠമായ ദിക്റും സ്വലാത്തും സൂറത്തൊക്കെ ഓതിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നല്ലൊരു സാഹചര്യമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും ഒക്കെ സ്വീകരിക്കണേ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും ഈ മാസത്തിൽ മരണപ്പെട്ടു പോയ വഫാത്തായ മഹത്തുക്കളുടെയും അർവാഹിലേക്ക് എത്തിക്കണേ. ഖിദർ നബി അലൈഹിസ്സലാമിലേക്ക് എത്തിക്കണേ. ഇല്യാസ് നബി അലൈഹിസ്സലാമിലേക്ക് എത്തിക്കണേ. ഞങ്ങളുടെ ഉസ്താദുമാര് മശായിഖന്മാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ. അവരുടെ ഉഖറവിയായ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ. അവരുടെ ഹിഫ്ളും നുസ്റത്തും മദദും ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കി തരണേ. എല്ലാ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ. ഈമാന് പൂർണ്ണമാക്കി തരണേ. ദൃഢമായ കാമിലായ ഈമാന് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കൊക്കെ നാഫിയ ഇൽമി നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. പടച്ചോനെ, നിസ്കാരം കൃത്യമായ രൂപത്തിൽ നിലനിർത്തുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ ചേർക്കണേ അല്ലാ. നിസ്കാരം ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാനുള്ള വലിയ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുന്ന ആളുകൾക്ക് എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈല് എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ വൈല് ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ആ നരകത്തിൽ ഞങ്ങളെ ചേർക്കല്ല അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാം പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇനി സലാമത്ത് നൽകണേ അല്ലാ. പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മജ്ലിസിലുണ്ട്. പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. നാഥാ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ. വേദനകൾക്ക് ശിഫ നൽകണേ. ആഫിയത്തും ഹിദായത്തും ഞങ്ങൾക്ക് ഏവർക്കും നീ നിലനിർത്തി തരണേ അല്ലാ. പടച്ചോനെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വീട്ടാനുള്ള വഴികൾ എത്രയും പെട്ടെന്ന് നീ തുറന്നു തരണേ അല്ലാ. വരും വർഷങ്ങളിൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മർളിയായ സിയാറത്തിനും ഞങ്ങൾക്ക് നീ ഒരുപാട് തവണ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാർക്ക് അനുയോജ്യരായ ഇണകളെ പെട്ടെന്ന് നൽകണേ അല്ലാ. പലരും ദുആ ചെയ്യണേ. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ. ഇനിയും കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്കും നീ സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള ഒരു ന്യൂനതകളില്ലാത്ത മക്കളെ നൽകണേ റഹ്മാനെ. പടച്ചോനെ, വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ഈ ചൊല്ലിയതിന്റെ സവാബിന്റെ മിസ്ൽ, ഓതിയതിന്റെ സവാബിന്റെ മിസ്ൽ ഞങ്ങളുടെ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അത് ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ. അവരെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. നരകത്തെ തൊട്ടവരെ ഞങ്ങളെയും കാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചോനെ, എല്ലാ ഷർറിനെ തൊട്ടും കാവല് നൽകണേ റബ്ബേ.
آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين.